പൂന്തോട്ടം തയ്യാറാക്കി പരിചയമില്ലാത്തവർക്ക് പോലും ഏതൊരു കാലാവസ്ഥയിലും നന്നായി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. ഈ ഒരു ചെടിയെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ചെടിയുടെ കെയറിങ് എങ്ങനെയാണെന്നും ഏതൊക്കെ രീതിയിൽ ഈ ചെടി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുമെന്നും എങ്ങനെ ഇൻഡോർ പ്ലാന്റായി സെറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഏതൊരു കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ്. ഒരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം ഇതുപോലെ പുതിയ തൈകൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെയാവാം ഇതിന് സ്പൈഡർ പ്ലാന്റ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഈ ഓരോ തൈയിലും ഇതുപോലെ റൂട്ടുകൾ വരുന്നു. ഇത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ ഒരു ചെടിച്ചട്ടിയിൽ പുതിയ പ്ലാന്റായി നട്ടു വളർത്താവുന്നതാണ്. ധാരാളം വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണിത്. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നനച്ചു കൊടുക്കാം. വെൽ ഡ്രെയിൻഡ് സോയിലായിരിക്കണം ഇതിന്. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ നശിച്ചു പോകുന്നതാണ്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടെയാണ്. ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ വിൻഡോ സൈഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ലൈറ്റ് ലഭിക്കുന്ന ഭാഗത്തോട്ട് മാറ്റിവെക്കാം. എങ്കിലേ ഇതിൻ്റെ ലീഫിന് കറക്റ്റ് ഒരു കളർ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. നല്ല ലീഫ് തന്നെയാണ് ഇതിന്. ധാരാളം വെള്ളം ആവശ്യമില്ലാത്ത, അത്യാവശ്യം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. ഒരു കേർവ് ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ലീഫ്. ഷോപ്പിന് മുന്നിലും അതുപോലെ ഓഫീസിലും വീടിനുള്ളിലുമൊക്കെ അലങ്കരിക്കാൻ ഈ ഒരു ചെടി നമ്മെ സഹായിക്കുന്നു. ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ മാത്രമേ ഈ ചെടിക്കൊക്കെ ആവശ്യമുള്ളൂ. ഇത് മറ്റൊരു വെറൈറ്റിയായ സ്പൈഡർ പ്ലാന്റ് ആണ്. റിബൺ ഗ്രാസ് എന്നും ഈ ഒരു പ്ലാന്റിന് പേരുണ്ട്. ഇതുപോലെ നമുക്ക് സ്പൈറൽ ഹാങ്ങിങ്ങിലും ഹാങ്ങിങ് പ്ലാന്റായും ചെടിച്ചട്ടികളിലുമൊക്കെ പല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു കാലത്തും നന്നായിട്ട് തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ റൂട്ടിൻ്റെ ഭാഗത്ത് ഒരു കിഴങ്ങ് മാതിരിയായിരിക്കും കാണാൻ കഴിയുക. ഈ കിഴങ്ങ് പൊട്ടിച്ചെടുത്ത് നമുക്ക് മറ്റൊരു ചെടിച്ചട്ടിയിലാക്കി പുതിയ തൈകൾ നട്ടു വളർത്താവുന്നതാണ്. ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ ലീഫ് സ്പൈഡർ പ്ലാന്റ് ആണ്. ചെടിച്ചട്ടികളിലും അല്ലാതെ മണ്ണിലും ഒക്കെ നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഗ്രീൻ ലീഫ് സ്പൈഡർ പ്ലാന്റ്. ഇതിന് പ്രത്യേകിച്ച് ഒരു കീടബാധയൊന്നും ഏൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു വെറൈറ്റിയായ വെരിഗേറ്റഡ് സ്പൈഡർ പ്ലാന്റ് ആണ് കൂടുതലായിട്ടും ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്നത്. പെട്ടെന്നൊന്നും നശിച്ചു പോവാത്ത ഒരു പ്ലാന്റാണിത്. ഇതിനും വാട്ടറിംഗ് ആവശ്യമാണ്. ഇതിൻ്റെ റൂട്ട് മണ്ണിൽ നിന്നും മുകളിലോട്ട് വരികയാണെങ്കിൽ അറിയാം ഇത് മറ്റൊരു പോട്ടിലേക്ക് മാറ്റി നടാൻ സമയമായെന്ന്. അങ്ങനെ നമുക്ക് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. പല രീതിയിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒട്ടും ചെടികൾ നട്ടുപിടിപ്പിച്ച് പരിചയമില്ലാത്തവർക്ക് പോലും ഇത് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ കഴിയും. ചെറിയ വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ഇതിലുണ്ടാവും. എങ്കിലും ഫ്ലവേഴ്സിനൊന്നും തന്നെ ഇതിന് പ്രാധാന്യമില്ല. ഇതിൻ്റെ ലീഫ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നാറ്. ഒരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം ചെടികൾ ഉണ്ടാവും. അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്